ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഡീമൺസും അവരെ കൊല്ലാൻ വേണ്ടി ഡീമൺ സ്ലേയേഴ്സും ഉണ്ടായിരുന്നു. ഡീമൺ സ്ലേയേഴ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതാണ് ഹാഷറാസ്. ഒരുപാട് കഴിവുകളും എക്സ്പീരിയൻസും ഉള്ള ഒരു ഡീമൺ സ്ലേയറിന് മാത്രമേ ഹാഷറ ഗ്രൂപ്പിന്റെ അംഗമാകുവാൻ കഴിയൂ എന്നൊക്കെ ടാഞ്ചിറോയുടെ മാസ്റ്റർ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പരിശീലനം കൊണ്ട് മാത്രം നിനക്ക് ഡീമൺ സ്ലേയർ ആവാൻ കഴിയില്ല. ഡീമൺ സ്ലേയർ ആകണമെങ്കിൽ ഒരു ടെസ്റ്റ് നീ പാസ്സാവും. അതിൽ നിന്നെ പോലെ ഡീമൺ സ്ലേയർ ആകുവാൻ വേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അവരെയൊക്കെ തോൽപ്പിച്ച് മറികടന്നാൽ മാത്രമേ നിനക്ക് ഡീമൺ സ്ലേയർ ആവാൻ കഴിയൂ. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഡീമൺ സ്ലേയർ ആകാൻ വേണ്ടി ഇന്നു മുതൽ തന്നെ നീ കഠിനമായി അധ്വാനിക്കണം. മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ട്രെയിനിങ് വളരെ കഠിനവും ദുർഘടവുമായിരുന്നു. ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയാൾ എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന്. നെസുക്കോ ആണെങ്കിൽ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 998, 999, 1000. മാസ്റ്റർ അത് തീർന്നു. ആണോ? എന്നാൽ ഒരു 500 തവണ ഇവിടെ വീശി. കട്ടാന എന്ന് പറയുന്നത് ജപ്പാനിലെ ആളുകൾ വളരെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു ആയുധമാണ്. ഇതുപയോഗിച്ച് നമുക്ക് എന്ത് വസ്തു വേണമെങ്കിലും മുറിക്കാൻ കഴിയും. അതിനു വേണ്ടത് വേഗതയും ശ്രദ്ധയുമാണ്. അങ്ങനെ മാസ്റ്റർ അവന് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതോടെ നിന്റെ പരിശീലനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിനക്ക് അവസാനമായിട്ട് ഒരേ ഒരു ടെസ്റ്റ് കൂടെയുണ്ട്. അത് നീ പാസ്സാവുകയാണെങ്കിൽ നിനക്ക് ഡീമൺ സ്ലേയർ ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകാവുന്നതാണ്. അതിനുശേഷം മാസ്റ്റർ അവനെ ഒരു കാടിനുള്ളിലെ ഒരു ഉരുണ്ട കല്ലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത് നീ നിന്റെ വാളുപയോഗിച്ച് രണ്ടായി പൊളത്തണം. ഇതെങ്ങനെ ഞാൻ? ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ നീ ഇനി എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞ് മാസ്റ്റർ അവിടെ നിന്നും പോകുന്നു. അവൻ ആ കല്ലിന് നേരെ നോക്കിയിട്ട് ഓടിച്ചെന്നിട്ട് അവനങ്ങനെ കഴിയുന്നത്ര ട്രെയിനിങ് ഒക്കെ എടുത്ത് ആ കല്ല് പൊളുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും അവനെ കൊണ്ട് അത് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എനിക്കിത് കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്ക് എന്റെ തലയ്ക്ക് ഈ വാളിനേക്കാളും ശക്തിയുണ്ട്. ഞാൻ എന്റെ തല ഉപയോഗിച്ച് ഈ കല്ല് തകർക്കും എന്ന് പറഞ്ഞ് ടാഞ്ചറോ തന്റെ തല കൊണ്ട് ആ പാറക്കിട്ട് ശക്തിയായി ഇടിക്കുന്നു. ഇതേ സമയം തന്നെ ആ പാറയുടെ മുകളിൽ നിന്നും അവനൊരു ശബ്ദം കേൾക്കുകയാണ്. ടാഞ്ചറോ നോക്കിയതും ഒരു മാസ്ക് വെച്ച ഒരാൾ ആ പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? നിന്റെ കയ്യിൽ വാളുണ്ടായിട്ടും നീ നിന്റെ തല ഉപയോഗിച്ച് കല്ല് തകർക്കാൻ നോക്കുന്നു. വല്ലാത്തൊരു തമാശ തന്നെ. ഒരു ഡീമൺ സ്ലേയർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നീ ആരാ? നീ ഇതിനെ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കുന്നേ? എൻ്റെ പേര് സാബിത്തോ. ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. നീ നിന്റെ മാസ്റ്റർ പറഞ്ഞതുപോലെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്ത് നീ ഡീമൺ സ്ലേയർ ആവില്ല. നീ ഡീമൺ സ്ലേയർ ആവാൻ വേണ്ടി ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. അതിനു മുമ്പ് നീ എന്നോട് ഫൈറ്റ് ചെയ്യണം. ഞാൻ അതിന് നിന്നോട് ഫൈറ്റ് ചെയ്യണം? എനിക്കതിനൊന്നും സമയമില്ല. അതുമാത്രമല്ല എൻ്റെ കയ്യിലുള്ളത് മൂർച്ചയുള്ള യഥാർത്ഥ വാളാണ്. എന്നാൽ നിന്റെ കയ്യിലോ തടി കൊണ്ടുള്ള വാളും. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ തന്നെ നിനക്ക് നല്ല പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ആദ്യം നീ ഫൈറ്റ് ചെയ്യ്, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ സാബിത്തോ ടാഞ്ചറോനെ അടിച്ച് ബോധം കെടുത്തുന്നു. അങ്ങനെ രാത്രിയായതും ബോധം തിരിച്ചു വന്ന ടാഞ്ചറോ കാണുന്നത് തന്റെ മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ്. എന്റെ പേര് മൊക്കോമോ. അവൻ നിന്നെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പോയെന്നാ തോന്നുന്നേ. പോയെന്നോ? എങ്ങോട്ട് പോയി? എനിക്കവനെ വേണം. എനിക്കവനെ തിരിച്ചടിക്കണം. ഇപ്പോൾ എന്തായാലും നിനക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം അതിന് നീ നന്നായിട്ട് പരിശീലിക്കണം. വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. നമ്മൾ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ ആദ്യം അറിയേണ്ടത് അയാളുടെ വീക്ക്നെസ് ആണ്. അതിപ്പോൾ മനുഷ്യനായാലും ഡീമൺ ആയാലും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അയാളിൽ ഉണ്ടായിരിക്കണം. അയാളെ കൊല്ലുക എന്നതിന് പകരം അയാളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം അയാളുമായി ഫൈറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ മക്കോമോ ഓരോരോ കാര്യങ്ങളായി ടാഞ്ചറോയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവനെ ട്രെയിൻ ചെയ്യുകയാണ്. ഇതിന്റെ ഒക്കെ ഇടയിൽ അവൻ സാബിത്തയായിട്ട് ഫൈറ്റിന് പോകുന്നുണ്ടെങ്കിലും സാബിത്തയുടെ രോമത്തിൽ പോലും തൊടാൻ അവനെ കൊണ്ട് കഴിയുന്നില്ലായിരുന്നു. അങ്ങനെ ടാഞ്ചറോ തന്റെ ട്രെയിനിങ് തുടങ്ങി 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അവൻ വീണ്ടും സാബിത്തോ ആയി ഫൈറ്റിന് ചെന്നു. എന്താ ടാഞ്ചറോ, നിനക്ക് എന്നെ തോൽപ്പിക്കാനായിട്ട് 6 മാസത്തെ പരിശീലനം വേണ്ടി വന്നു? സാബിത്തോ, ഇന്ന് ഉറപ്പായി ഞാൻ നിന്നെ തോൽപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവന്റെ വാളെടുത്ത് സാബിത്തോടെ നേരെ ചെല്ലുന്നു. സാബിത്തോയും അവന്റെ വാൾ ഉപയോഗിച്ച് ടാഞ്ചറോടെ നേരെ രണ്ടുപേരും വാശിയോടെ തന്നെ പോരാടുന്നു. സാബിത്തോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടാഞ്ചറോ സാബിത്തോടെ വേഗത്തിന് ഈട് കൊടുത്തു നിന്നു. അങ്ങനെ അവസാനം അത് സംഭവിച്ചു. സാബിത്തോയെ ടാഞ്ചറോ തോൽപ്പിച്ചു. ഇതുപോലെ തന്നെ നീ ഇനി എന്നും മുന്നേറണം എന്ന് പറഞ്ഞ് മൊക്കോമോയും സാബിത്തോയും അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. മുന്നോട്ട് നോക്കിയ ടാഞ്ചറോ കാണുന്നത് രണ്ടായി പിളർന്നു കിടക്കുന്ന ആ വലിയ പാറക്കല്ലാണ്. അവൻ വെട്ടിയത് സാബിത്തോയെ ആയിരുന്നില്ല. അവൻ തന്റെ വാളുപയോഗിച്ച് വെട്ടിയത് ആ വലിയ കല്ലായിരുന്നു. ടാഞ്ചറോ, നീ അവസാനത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിനക്ക് ഡീമൺ സ്ലേയർ ആവാനുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. ഇത് കേട്ട് ടാഞ്ചറോയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തത്? ഞാൻ ഓർക്കുന്നു. ഞാൻ വാള് വീശിയതും എന്റെ വാളിന്റെ അറ്റത്ത് നിന്നും ഒരു നൂല് പുറത്തു വന്ന് അത് നേരെ അവന്റെ മാസ്കിലേക്ക് ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ നൂല് ടൈറ്റ് ആയതും ഞാൻ വെട്ടി. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെയ്ത് എനിക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് രാത്രി മാസ്റ്റർ അവന് പതിവിൽ കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് എന്തിനാണ് ഇന്ന് മാത്രം എനിക്ക് ഇത്രയും ഭക്ഷണം തരുന്നത് എന്ന് ചോദിച്ചത്.
ഇന്ന് മാത്രമേ നിനക്ക് ഇത്ര അധികം ഭക്ഷണം കഴിക്കാൻ കഴിയൂ. പിന്നീട് നിനക്ക് ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ കുട്ടിക്കളിയൊക്കെ നിൽക്കാൻ പോവാണ് ടാൻജിറോ. അതുകൊണ്ട് നിനക്ക് വേണ്ട അത്ര ഭക്ഷണം കഴിച്ചോ എന്ന് പറയുന്നു. ടാൻജിറോയുടെ കയ്യിൽ ഒരു മാസ്ക് കൊടുത്തിട്ട് നീ ഇത് വെച്ചോ, നിന്നെ ഏതെങ്കിലും ഡീമൺ ആക്രമിക്കുകയാണെങ്കിൽ നിന്റെ മുഖത്തിന് മാത്രം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തന്നത് എന്ന് പറയുന്നു. അങ്ങനെ രാവിലെ ആയതും ഉറങ്ങിക്കിടക്കുന്ന നിസൂക്കയോട് ടാൻജിറോ യാത്ര പറഞ്ഞ് ഡീമൺ സ്ലെയർ ആകാൻ വേണ്ടിയുള്ള കോമ്പറ്റീഷന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നീ നിന്റെ അനിയത്തെ ഓർത്ത് പേടിക്കണ്ട, അവളിവിടെ സുരക്ഷിതയായിരിക്കും, പോയി വിജയിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ടാൻജിറോയുടെ കയ്യിൽ ഒരു പുതിയ വാളും കൊടുത്ത് അവനെ പറഞ്ഞു വിടുന്നു. പിന്നെ നിങ്ങളുടെ മക്കോമയോടും സാബിത്തോടൊക്കെ എൻ്റെ അന്വേഷണം പറയണേ. സാബിത്തോനെയും മക്കോമേനെയൊക്കെ ഇവനെങ്ങനെ അറിയാം? അവർ മരിച്ചു പോയതാണല്ലോ. അങ്ങനെ ടാൻജിറോ പല സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്ത് ഡീമൺ സ്ലെയർ ആകുവാൻ വേണ്ടിയുള്ള മത്സരം നടത്തുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ടാൻജിറോനെ പോലെ തന്നെ ഒരുപാട് പേര് ഡീമൺ സ്ലെയർ ആകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്താണ് ടാസ്ക് എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 ചെറിയ കുട്ടികൾ വന്നിട്ട് ഡീമൺ സ്ലെയർ ആകുവാൻ വേണ്ടി ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ഇവിടെ ഒരു കാടുണ്ട്. ആ കാട്ടിലേക്ക് നിങ്ങൾ പോയി 7 ദിവസം സർവൈവ് ചെയ്യണം. അങ്ങനെ 7 ദിവസം പൂർത്തിയാക്കി വരുന്നവർക്കായിരിക്കും ഡീമൺ സ്ലെയർ ആവാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആ കാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ടാൻജിറോയും കൂടെ പോകുന്നു. ടാൻജിറോ കാട്ടിലെത്തിയതും ഒരു ഡീമൺ ടാൻജിറോനെ ആക്രമിക്കുന്നു. പെട്ടെന്ന് മറ്റൊരു ഡീമൺ വന്നിട്ട് 2 ഡീമണും കൂടിയിട്ട് ഞാനാണ് ആദ്യം അവനെ കണ്ടത്, എനിക്ക് അവനെ വേണം, അല്ല എനിക്ക് വേണം എന്ന് പറഞ്ഞ് പരസ്പരം അടികൂടുകയാണ്. 2 ഡീമണും. ഞാൻ ശരിക്കും പെട്ടു. ഇനി എന്താ ചെയ്യുക? ചിന്തിക്ക് ടാൻജിറോ, നീ പഠിച്ചതെല്ലാം ഓർക്ക്, നിന്നെ കൊണ്ട് കഴിയും.